പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്കെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നമ്മുടെ ഈ പരിചിന്തന വേളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. ഇന്നത്തെ നമ്മളുടെ പരിചിന്തന വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില ചിന്തകളാണ്. ഞാനിങ്ങനെ പള്ളിയിലൊക്കെ സന്ദർശനത്തിന് പോകുമ്പോൾ കുട്ടികളുമായിട്ട് സംവദിക്കാറുണ്ട്. മിക്കവാറും എല്ലായിടത്തും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശാസ്ത്രം പറയുന്നു ജീവൻ വെള്ളത്തിൽ നിന്നാണ് ഉണ്ടായത്, പക്ഷേ ബൈബിള് അങ്ങനെ പറയുന്നില്ല. നേരെ മറിച്ച് മനുഷ്യനെ ദൈവം ഇങ്ങനെ എന്താണ് പറയുന്നത്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിലേക്ക് തൻ്റെ വിശ്വാസം പ്രവേശിപ്പിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമല്ലേ? ഈ ചോദ്യം പിള്ളേരെപ്പോഴും എന്നോട് ചോദിക്കും. ഈ അടുത്ത കാലത്ത് ഇതുപോലെ തന്നെ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം എടുത്ത് വായിച്ചു നോക്കുക. ഉൽപ്പത്തി 1:20. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. അപ്പോൾ ഈ ജീവജാലങ്ങൾ എവിടുന്നാണ് വന്നത്? വെള്ളത്തിൽ നിന്ന് തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ ശാസ്ത്രം പറയുന്നതും വചനം പറയുന്നതും ഒന്ന് തന്നെയല്ലേ? ഇവിടെ വചനത്തിൽ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ സൃഷ്ടിച്ച കാര്യം മാത്രമാണ്. അത് പറയുന്നതും നമുക്കറിയാം, ബൈബിള് ചരിത്രം പറയാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥമല്ല. നമുക്കറിയാം, ഒരു ചരിത്രം, ഒരു രാജ്യത്തിൻ്റെ ചരിത്രം, ഒരു സംഭവത്തിൻ്റെ ചരിത്രമൊക്കെ എഴുതുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കാലഗണനയും എന്ന് പറഞ്ഞാൽ ഒരു ക്രോണോളജി ഒക്കെ ഉണ്ടാകും. ഇന്ന വർഷം ഇന്നയാളുടെ കാലത്ത്, ഇന്ന ചക്രവർത്തിയുടെ കാലത്ത് ഇന്നത് സംഭവിച്ചെന്നൊക്കെ. നേരെ മറിച്ച് ബൈബിൾ അങ്ങനെയുള്ള ഒരു പുസ്തകമല്ല. പുതിയ നിയമമാണെങ്കിലും പഴയ നിയമമാണെങ്കിലും ചരിത്രത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു, ചരിത്ര സംഭവങ്ങളെ ഒരു വിശ്വാസിയുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതാണത്. അതുകൊണ്ട് അത് യുക്തിക്ക് വിരുദ്ധമാണെന്ന് വരുന്നില്ല. യുക്തിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുകയുമായിരുന്നില്ല ബൈബിളിൻ്റെ ലക്ഷ്യം. അതിങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ലോകത്തിൽ നിരന്തരമുണ്ട്. ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നു. നമ്മുടെ സൃഷ്ടാവും നമ്മുടെ അന്ത്യവുമെല്ലാം അവിടുന്ന് തന്നെയാണ്. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പലപ്പോഴും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് യോസേപ്പ് പിതാവിനെക്കുറിച്ച് ഒന്നും കാര്യമായിട്ട് സുവിശേഷങ്ങൾ പറയാത്തത്? അവർ യോസേപ്പ് പിതാവിൻ്റെ ഒന്നും ചരിത്രം എഴുതാൻ വേണ്ടിയല്ല സുവിശേഷങ്ങൾ എഴുതിയത്. നേരെ മറിച്ച് അത് കർത്താവിലൂടെ അല്ലെങ്കിൽ യേശുവിലൂടെ സംഭവിച്ച രക്ഷാകര കർമ്മം, അതേക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതൊരു വിശ്വാസിയുടെ കണ്ണിലൂടെയാണ് അവരതിനെ എഴുതിയത്. അതുകൊണ്ടാണ് യോസേപ്പ് പിതാവൊന്നും അതിൽ കടന്നു വരാത്തത്. മാത്രമല്ല, യോസേപ്പ് പിതാവിനെക്കുറിച്ചൊന്നും അന്ന് എഴുതേണ്ട കാര്യമില്ല. കാരണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം പിന്നെ എഴുതി വെച്ചിട്ട് ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഈ പഴയ നിയമത്തിൽ, പ്രത്യേകിച്ചും പഞ്ചഗ്രന്ഥിയിൽ സൃഷ്ടികർമ്മത്തെക്കുറിച്ചൊക്കെയുള്ള ആ വിവരണത്തിൽ അവിടുത്തെ ഒരു ചരിത്രമല്ല എഴുതുന്നത്. അത് ചരിത്രാതീത ചരിത്രം എന്നൊക്കെ പറയുമെങ്കിലും ആ രീതിയിലുള്ളൊരു ചരിത്രം, നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ചരിത്രമല്ലത്. ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം മണ്ണ് കുഴച്ചെന്നൊക്കെ പറയുമ്പോൾ ദൈവമാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. പരിണാമ സിദ്ധാന്തം, ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി, ഈ അടുത്ത കാലത്ത് എങ്ങാണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കുഴപ്പമില്ലെന്നും പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ വലിയ വണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി. അതൊരു പുതിയ വാർത്തയൊന്നുമല്ല. എത്രയോ കാലം മുമ്പ് മുതൽ അങ്ങനെ പറയുന്നതാണ്. ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ കൃത്യമായിട്ട്. മണ്ണിൽ നിന്ന്
കുഴച്ചുണ്ടാക്കി എന്നൊക്കെ പറയുന്നൊരു പ്രതീകാത്മകമായ ഒരു അവതരണമാണത്. അതിനപ്പുറത്തില്ലത്. നേരെ മറിച്ച് അവിടെ പറയുന്നത് എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ്. പക്ഷേ അത് ഏതെങ്കിലുമൊക്കെ പ്രത്യേക ഒരു രീതിയിലാവാം ഉണ്ടായത്. ഈ ഡാർവിൻ പറയുന്ന പരിണാമ സിദ്ധാന്തം ആയിരിക്കാം. അതുപോലും പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടതൊന്നുമല്ലല്ലോ. ശാസ്ത്രീയമായ എല്ലാ തത്വങ്ങളും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടതൊന്നുമല്ല. പലതും ഇന്നറിയുന്ന പലതും നാളെ തെറ്റാന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം മുഴുവൻ യുക്തിയിൽ അധിഷ്ഠിതമാണ്, അതുമാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നതൊന്നും ഒരു അർത്ഥപൂർണമായ കാര്യമല്ല. അതിനൊരു അടിസ്ഥാനവുമില്ല. വിശ്വാസം യഥാർത്ഥത്തിൽ യുക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയ ആ വിശ്വാസം യുക്തിയും എന്ന് പറയുന്ന ചാക്രിക ലേഖനമുണ്ട്. അതിനകത്തൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ യുക്തിയില്ലാത്തൊരു വിശ്വാസം അത് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. വിശ്വസിക്കുന്നവർ യുക്തിയില്ലാതെ വിശ്വസിക്കുന്നതാണോ? നമുക്കറിയാം, പ്രാർത്ഥിച്ച് പല ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് അത്ഭുത രോഗശാന്തികളൊക്കെ കിട്ടി വരുന്നവരുണ്ട്. ഇതിൻ്റെ യുക്തി എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടി എന്നുള്ളതാണ് കാര്യം. ഇനി അതെങ്ങനെ വന്നു എന്ന് നമ്മളാരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളത് ചിന്തിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തോ ഒരു അദൃശ്യ ശക്തി അതിൻ്റെ പിന്നിലുണ്ട്. H2O എന്ന് നമ്മൾ പറയുന്നു, വെള്ളം എന്താണ്, ഹൈഡ്രജനും ഇതും കൂടെ കൂടിയിട്ട് ഓക്സിജനാണ് കൂടിയിട്ടുള്ളത്. അതെങ്ങനെയാണ് വെള്ളമാകുന്നത് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ എന്താണ് LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അത് വാസ്തവത്തിൽ പെട്രോൾ പോലെ വെള്ളം പോലെ ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇത് ഗ്യാസായിട്ട് വരുന്നത്? നമുക്കത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനോ കാണാനൊന്നും പറ്റുകയില്ല. പക്ഷേ അതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സിഗരറ്റ് ലൈറ്റർ അതെടുത്ത് നോക്കിക്കേ, അതിനകത്തിങ്ങനെ കുലുക്കുകയാണ്, വെള്ളം പോലെ കിടക്കുന്നത് കാണാം. പക്ഷേ പുറത്ത് വരുന്നത് വെള്ളമല്ല, അത് ഗ്യാസ് തന്നെയാണ്. ചുരുക്കത്തിൽ നമുക്ക് യുക്തി കൊണ്ട് അത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്തതാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്. ഇത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് വത്തിക്കാനിൽ ഇറങ്ങുന്ന ഒസെറത്തറ റൊമാനോ എന്ന് പറയുന്ന ഒരു പത്രത്തിലാണോ അതോ വേറെ ഏതൊരു പത്രത്തിൽ കണ്ടതായിട്ട് ഓർക്കുന്നു. ഈ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അതിൻ്റെ ആധികാരികത പറഞ്ഞിരുന്ന ഒരു നിരീശ്വരനായ ഡോക്ടർ, അദ്ദേഹം അവസാനം അത് ദൈവവിശ്വാസിയായി മാറിയ കാര്യമാണത്. അദ്ദേഹം എന്തുകൊണ്ടാണ് ദൈവവിശ്വാസിയായത്? അത്രയും കാലം നിരീശ്വരനായിരുന്നിട്ട് അത്രയും കാലം കണ്ടതിൻ്റെ പേരിൽ ഈ അത്ഭുതങ്ങളുടെ പുറകിൽ ഒരു യുക്തി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ആ വിശ്വാസിയായി മാറിയത്. ഈ അടുത്ത കാലത്തായിട്ട് സൺഡേ ശാലോമിൽ പ്രസിദ്ധീകരിക്കുന്ന സന്യസ്തരായിട്ടുള്ള അല്ലെങ്കിൽ വൈദികരായിട്ടുള്ള അവരുടെ അങ്ങനെയുള്ള സമർപ്പിത ജീവിതക്കാരുടെയൊക്കെ ചരിത്രങ്ങളുണ്ട്. വലിയ ജോലികൾ ഉണ്ടായിരുന്നവരും കിട്ടാൻ സാധ്യതയുള്ളവരും ഒക്കെ ആയിരുന്നവർ അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് അവർ ഈ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ്? അവരെല്ലാം അന്ധവിശ്വാസികളാണോ? ഒന്നുമല്ല. അന്ധവിശ്വാസികളായിട്ടല്ല, അവരതിനൊരു യുക്തി കണ്ടെത്തുന്നു. ആ യുക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. എത്രയോ വലിയ ജീനിയസ്മാരുണ്ടായിരുന്നു, അവരൊക്കെ വിശ്വാസികളായിരുന്നു. കാരണം എന്താണ്? അവരുടെ യുക്തി കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ചെറിയ യുക്തി കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണ് നമ്മൾ ഈ യുക്തിയും വിശ്വാസവും തമ്മിൽ ഒത്തുപോകുകയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വസ്തു ഇരിപ്പുണ്ട്, ഒരു മേശ. ഇതാരാ ഉണ്ടാക്കിയേ? ഓ, അതങ്ങ് തന്നെ ഉണ്ടായതാ എന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ആരാ ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അയാൾ കൈകൊണ്ടാണോ യന്ത്രം കൊണ്ടാണോ ഉണ്ടാക്കിയതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ മേശ ഇവിടെ ഉണ്ടെന്നും അതിൻ്റെ പിന്നിലൊരു ഉണ്ടാക്കിയ ഒരാളുണ്ടെന്നും നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് ഏതൊരു വസ്തുവും. ഉത്ഭവമുള്ള എല്ലാ വസ്തുക്കൾക്കും അല്ലെങ്കിൽ അവസാനമുള്ള ഒരു വസ്തുവിന് എപ്പോഴും ആരംഭമുണ്ട്. ഈ ലോകം നമുക്കറിയാം, ഇതിലുള്ള എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്, ആത്മാവ് ഒഴികെ. ബാക്കി എല്ലാ വസ്തുക്കളും നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ നശിക്കുന്ന ഒരു വസ്തുവിന് ഒരാരംഭമുണ്ട്. ആരംഭമുണ്ടെങ്കിൽ അതിന് ആരംഭം കൊടുത്തവനും ആരെങ്കിലും ഉണ്ടാകും. ഇതൊരു യുക്തിയുടെ ഭാഗം തന്നെയാണ്. അത് യുക്തിയല്ല എന്ന് പറയുമ്പോൾ അത് വേറൊരു യുക്തി എന്ന് മാത്രമേ അതിനെ വിളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവൻ ഉണ്ടായത്
വെള്ളത്തിൽ നിന്നാന്ന് പറയുന്നതും ദൈവം സൃഷ്ടിച്ചെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ദൈവത്തിന് വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കാമല്ലോ. അതാണല്ലോ ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടത്. ജലത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം ആജ്ഞാപിച്ചു. ഈ സൃഷ്ടികർമ്മം മുഴുവൻ എടുത്തു നോക്കുക. മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒഴികെ ബാക്കിയെല്ലാം ദൈവം പറയുന്നേ ഉള്ളൂ. ദൈവം എന്താ പറയുന്നത്? ദൈവം വീണ്ടും അരുളി ചെയ്തു. ആദ്യം തന്നെ പറയുകയാണ്, വിധാനമുണ്ടാക്കി, ജലം രണ്ടായി തിരിക്കട്ടെ. തിരിഞ്ഞു. ദൈവം വിധാനമുണ്ടാക്കി അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായ പ്രഭാതമായി. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. ഈ കരയുണ്ടായത് ഒരു നിമിഷം കൊണ്ടാണ് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം പറഞ്ഞതുണ്ടായി. അത് 100 കൊല്ലം കൊണ്ടായിരിക്കും. ഇവിടെ പറയുന്നില്ല. ഒരു നിമിഷം കൊണ്ടായോ 100 കൊല്ലം കൊണ്ടുണ്ടായോ എന്ന് അവിടെ പറയുന്നില്ല. ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മണ്ണെടുത്ത് കുഴയ്ക്കാൻ സമയം വേണമല്ലോ. ആ മണ്ണ് ഭൂമിയിൽ നിന്നെടുത്ത് വെള്ളമൊക്കെ കോരി ഒഴിച്ച് കുഴച്ച് അതിൻ്റെ രൂപം കൊടുത്ത് അവസാനമാണ് നിശ്വാസം അതിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. സമയം വേണ്ടേ അതിന്? ഈ മനുഷ്യൻ്റെ ആ രൂപത്തിന് പോലും അത് ഉണ്ടാക്കാനായിട്ട് സമയം വേണം, കാലദൈർഘ്യം വേണം. അങ്ങനെയെങ്കിൽ എത്രയോ കാലദൈർഘ്യം എടുത്തോട്ടെ, അതിനെന്താ പ്രശ്നം? ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായി, അത്ര തന്നെ. ദൈവമാണിതിൻ്റെ പിന്നിലുള്ളത് എന്ന് സമ്മതിച്ചാൽ മാത്രം മതി. വേറൊന്നും ആവശ്യമില്ല. അതിന് തനിയെ ഒരു വസ്തുവിനുണ്ടാകാൻ പറ്റില്ല. ഏതൊരു വസ്തുവും അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഈ യുക്തിയും വിശ്വാസവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഇല്ല. പിന്നെ നമുക്ക് ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടാകാം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ അന്ധവിശ്വാസങ്ങളല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ, സഭാപ്രബോധനത്തിലൂടെ കടന്നു പോകുമ്പോൾ യുക്തിക്ക് നിരക്കാത്തത് വളരെ കുറച്ച് കാര്യങ്ങളെ കാണുകയുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത യുക്തിയായിരിക്കും, എങ്കിലും അതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട് സ്വാഭാവികമായിട്ടും. പല കാര്യങ്ങളും എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. മഴ പെയ്യുന്നു. എന്തുകൊണ്ടാണ് കാർമേഘങ്ങളിൽ ഈ കാറ്റൊക്കെ അടിച്ചു കഴിയുമ്പോൾ അത് മഴയായിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് അതിനെ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്? നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്. ഏതൊരു സംഭവത്തിൻ്റെയും പിന്നിലൊരു യുക്തിയുണ്ട്. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യുക്തി ഇല്ലെന്ന് പറയരുത്. നമ്മളിപ്പോൾ ഒരു തീ പിടിക്കുമ്പോൾ ആ ഫയർ എഞ്ചിൻ കൊണ്ട് ചീറ്റിക്കുന്നു. അതിനകത്ത് വരുന്ന ആ പത അല്ലെ വെള്ളം, അത് ആ തീയെ കെടുത്തി കളയുന്നു. എന്തുകൊണ്ടാണ് കെടുത്തി കളയുന്നത്? ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ തരാൻ പറ്റും. പക്ഷേ അതായിരിക്കണമെന്ന്, അതാണ് എന്ന് വല്ല ഉറപ്പുണ്ടോ? അതുകൊണ്ട് ഏതൊരു കാര്യവും ഇതുപോലെ തന്നെയാണ്. നമുക്ക് യുക്തിയിൽ അധിഷ്ഠിതമായ വിശ്വാസമാണുള്ളത്. വിശുദ്ധ ബൈബിൾ ഞാൻ പറഞ്ഞു, ചരിത്രം എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതല്ല. അതിന് വളരെ വ്യത്യസ്തമായിട്ട് രൂപങ്ങളുണ്ട്. ആ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം വെളിപാട് പുസ്തകം വായിച്ചാൽ അധികം പേർക്കൊന്നും മനസ്സിലാകുകയില്ല. കാരണം അതങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് ചരിത്രപരമല്ലെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അതിൻ്റെ പ്രതീകങ്ങളൊക്കെ മനസ്സിലായാൽ തീർച്ചയായിട്ടും ചരിത്രപരം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചരിത്രം അതിനകത്തുണ്ട്. അതിൽ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ അന്ന് ജീവിച്ചിരുന്ന പലരെയുമാണ് സൂചിപ്പിക്കുന്നത്. നമുക്കത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് അതൊക്കെ യുക്തിക്ക് നിരക്കാത്തതാണ്, അല്ലെ അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, ഒരു ഹലൂസിനേഷനാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? സാധിക്കില്ല ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ യുക്തിയുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ആദ്യത്തെ ഈ പഞ്ചഗ്രന്ഥ പുസ്തകത്തിലെ ചരിത്രം അല്ലെ മനുഷ്യ സൃഷ്ടി എന്നൊക്കെ പറയുന്നത്. യുക്തിയും വിശ്വാസവും എതിരല്ല, അതൊന്നു തന്നെയാണ്. ചിലപ്പോൾ പറയും, എന്താണ് ഈ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചു എന്ന് യുദ്ധം ജയിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതിലൂടെയൊക്കെ ഒരു സന്ദേശമാണ് ദൈവം കൊടുക്കുന്നത്. മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചത് മറ്റുള്ളവരാണ്. നേതൃത്വത്തെ നീ സഹായിച്ചെങ്കിൽ മാത്രമേ ആ നേതൃത്വത്തിന് ശരിയാവണ്ണം പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹെബ്രായർ ലേഖനത്തിൽ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? 13-ാം അധ്യായത്തിൽ ഹെബ്രായർ ലേഖനം വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളത് വായിച്ചിരിക്കേണ്ടതാണ്. അതിലൂടെ ഒരു വലിയ സന്ദേശം, ഈ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹെബ്രായർ ലേഖനത്തിൽ
13-ാം അധ്യായത്തിൽ നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് ആയിരിക്കുകയും ചെയ്യുവിൻ. കണക്ക് ഏൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം നിർവഹിക്കുന്നതിനിടയാകട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. ഈ മോശയുടെ കൈ ഉയർത്തി പിടിച്ചപ്പോൾ ഈ കാര്യമാണ് അവർ ചെയ്തത്. മോശയുടെ പ്രയാസ സമയത്ത്, അല്ലെങ്കിൽ മോശ ആ നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് അനുയായികൾ സഹായിക്കാൻ ചെല്ലുന്നു. അതൊരു സന്ദേശമാണ്. അതുകൊണ്ട് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ തെറ്റാണ്, യുക്തിക്ക് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ബൈബിൾ എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് എഴുതിയവർ എങ്ങനെയാണത് എഴുതിയത്, ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, അവരുടെ പശ്ചാത്തലം എന്തായിരുന്നു, ഇതൊക്കെ മനസ്സിലായാലേ നമുക്ക് ഈ ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് കഴിയുകയുള്ളൂ. ബൈബിളിൽ നിത്യസത്യങ്ങളാണുള്ളത്. മനുഷ്യൻ്റെ ഉത്ഭവം, മനുഷ്യൻ്റെ രക്ഷ, പാപം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നത്. അത് പലതും നമ്മുടെ ഈ കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണാവുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പലതും നമുക്ക് ഊഹിച്ചെടുക്കാനേ പറ്റുകയുള്ളൂ. പൗലോസ്ലീഹ തന്നെ പറയും, എന്ത് പറയും, ഭോഷന്മാരെ എന്താണ്, ഓരോന്നിനും ഓരോ ശരീരമല്ലേ ഉള്ളത്. ഈ ഉയർപ്പിനെക്കുറിച്ച് പറയുമ്പോഴാണ്, ഉയർപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് എങ്ങനെയാണ് പറയുക? ഗോതമ്പ് പൊടി നിലത്ത് വീണ് അഴിയുന്നു, പിന്നെ മുളച്ചു വരുന്നൊരു ചെടിയാണ്, അതിലിങ്ങനെ ഫലങ്ങളുണ്ടാകുന്നു. അതുപോലെ നമുക്കത് മുഴുവൻ പറയാൻ പറ്റുകയില്ല. കർത്താവ് തന്നെ പറയും, സ്വർഗത്തിലെങ്ങനെയാണ്, അവർ ദൈവദൂതന്മാരെ പോലെയാണ്, നമ്മളുണ്ട് ദൈവദൂതന്മാരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ ലോകത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ വിശ്വാസത്തിൽ കൂടുതലും പറയുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് എപ്പോഴും ഒരു പരിമിതിയുണ്ട്. നമ്മുടെ ഭാഷാ സങ്കേതങ്ങൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ഉപമകൾ എടുത്ത് നോക്കുക. വലിയ സ്വർഗീയ സത്യങ്ങൾ പറയാനായിട്ട് അവിടുന്ന് ഈ ലോകത്തിലുള്ള ചില ഉപമകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപമകൾ മുഴുവൻ നമുക്കറിയാം, അങ്ങ് വ്യാഖ്യാനിച്ചാൽ ആ സത്യം മുഴുവനൊന്നും കിട്ടുകയില്ല. കാരണം എന്താണ്, അതൊരു ഉപമ മാത്രമാണ്. അതിലെ ചെറിയ കാര്യങ്ങളൊക്കെ കർത്താവ് പറയാൻ ഉദ്ദേശിച്ച ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, അത്രയേ ഉള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ വഴിയരികിൽ വീണ വിത്ത് എന്ന് പറയുന്നത്, നമ്മളത് വഴിയരികിൽ വീണപ്പോൾ അതെന്തായിരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വീണത്, അവിടെ എന്ത് സംഭവം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അല്ല അതിൻ്റെ കാര്യം. അത് കർത്താവ് അന്നേരം അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷേ ഒരു വിധക്കാരൻ പോയി കാണും, അയാളെ നോക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഇതിലൊരു യുക്തിയില്ല എന്നൊക്കെ നമുക്ക് തോന്നുക. അതുകൊണ്ട് ഈ വിശ്വാസത്തെക്കുറിച്ച് യുക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളും, അല്ലെ ഒരു കാര്യവും യുക്തിയിൽ അധിഷ്ഠിതമല്ല എന്ന് പറയുന്നത് തന്നെ യുക്തിയല്ല. നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ഡോക്ടർ, നിരീശ്വരനായ ഡോക്ടർ, അയാൾ വിശ്വാസിയായി മാറിയത്. അയാൾ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ധാരാളമായി കണ്ടു. എങ്ങനെ വിശ്വസിക്കാൻ കഴിയും നമുക്ക്? അതേസമയത്ത് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ കഴിയും? നമ്മുടെ മനസ്സിൻ്റെ കാര്യം എടുക്കുക. ഈ മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു പ്രതിഭാസമാണ്, നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രതിഭാസം. ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അത് ഞാനൊരിക്കൽ കേട്ടതാണ്. ഒരു പെൺകുട്ടി അവളുടെ യഥാർത്ഥ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ അവളുടെ സ്വരം മാറി. വേറൊരു മരിച്ചുപോയ ഒരു തൂങ്ങി മരിക്കുക, അതാണ്ട് ഒരു സ്ത്രീയുടെ സ്വരത്തിൽ കൃത്യം അതുപോലെ അവൾ പറയാൻ തുടങ്ങി, ഞാൻ ഇന്നയാളാണെന്നും പറഞ്ഞ്. ഇതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക? ശാസ്ത്രത്തിൽ അതിന് ഓക്കെ ഡബിൾ പേഴ്സണാലിറ്റി എന്ന് പറയാം. അതിനപ്പുറത്തേക്ക് കടന്നിട്ട് എങ്ങനെയാണ് ഇവളൊരു പക്ഷേ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയുടെ സ്വരത്തിൽ സംസാരിക്കാൻ കഴിയാവർക്ക്? നമുക്ക് വിശദീകരിക്കാൻ പറ്റുകയില്ല. നമ്മളതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും അത് യുക്തിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് തീർത്ത യുക്തിപരമല്ല എന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾക്കത് മനസ്സിലാകാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, ഒറ്റ കാര്യം മാത്രം, ദൈവമാണ് സൃഷ്ടിച്ചത്, പരിപാലിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടതൊക്കെ നൽകുന്നത് ദൈവമാണ്. നമ്മളിലുള്ള ആത്മാവ് നിത്യമാണത്. ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ട്. സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണത്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ,
നമ്മളുടെ ചിന്തകൾ അതെവിടുന്നാണ് വരുന്നത്? നമ്മളുടെ മാനസികമായ വേദന, നമുക്കിപ്പോൾ ശാരീരികമായ വേദന അറിയാം, അത് ശരീരത്തിൽ നിന്ന് വരും. നേരെ മറിച്ച് മാനസികമായ വേദന എവിടുന്നാണ് വരുന്നത്? അത് ശരീരത്തിൽ നിന്നല്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വേദനകൾ തീർച്ചയായിട്ടും വരുന്നൊരു സ്ഥലമുണ്ടാകണമല്ലോ. അപ്പോൾ അതെവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് അതിനെയൊന്നും നമുക്ക് യുക്തിപൂർവം വിശദീകരിക്കാൻ കഴിയില്ല. എങ്കിലും നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെ കാര്യം. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ബൈബിളിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ വിശ്വാസം യുക്തിയിൽ അധിഷ്ഠിതമാണ്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിലുപരി ആ വിശ്വാസം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കട്ടെ. ദൈവം നമുക്ക് എല്ലാവിധ നന്മകളും തരട്ടെ.